ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ? ഇവിടെ നല്ല മഴയായിരുന്നു, ഇപ്പോഴാണ് തോർന്നത്. അവിടെ വെള്ളക്കെട്ടൊന്നുമില്ലല്ലോ? എല്ലാരും സേഫ് അല്ലേ? നല്ല മഴയും തണവുമായിട്ട് എല്ലാവർക്കും നല്ല വിശപ്പൊക്കെ ഉണ്ടാവൂലേ? മമ്മ പെട്ടെന്ന് തന്നെ പൊറോട്ട ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പൊറോട്ട ഉണ്ടാക്കണ എങ്ങനെയാന്ന് നോക്കാം. പൊറോട്ടയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ 1 കിലോ, വെള്ളം 1 മുട്ട, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഉപ്പ്, ഓയിൽ, സോഡാപ്പൊടി. അതിന് നമുക്ക് പൊടി കുഴയ്ക്കാൻ വേണ്ട വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മിക്സ് ചെയ്ത് വയ്ക്കാം. മൈദ ഏത് വേണേലും എടുക്കുക. ഞാൻ പാക്കറ്റിലെടുത്തത് അതിൻ്റെ അളവൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. 1 കിലോത്തിൻ്റെ ഒരു പാക്കറ്റാണ്. ഇതിനകത്തുനിന്ന് ഞാൻ 3/4 കിലോത്തിൽ കൂടുതൽ മൈദ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പൊടി മാറ്റി വെക്കാം, നമുക്ക് ആവശ്യമുണ്ട്. മൈദയിലേക്ക് ആദ്യം തന്നെ 1 എഗ്ഗ് ചേർക്കാം. 2 നുള്ളു സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സോഡാപ്പൊടിയും പഞ്ചസാര എഗ്ഗും എല്ലാം പൊടിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ആവണം. അതാണ് കൈകൊണ്ട് തന്നെ ചെയ്യുന്നത്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ കുഴച്ചെടുക്കാം. ഒറ്റയടിക്ക് ഫുള്ള് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ ഒഴിച്ചിട്ട് തന്നെ വേണം കുഴച്ചെടുക്കാൻ. പിന്നെ അത് പച്ചവെള്ളമാണ്, സാധാരണ വെള്ളം. ചൂടുവെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിനകത്ത്. പീച്ചടിച്ചുള്ള പൊറോട്ട ഉണ്ടാക്കാൻ നമ്മൾ സോഫ്റ്റായിട്ടാണ് നന്നായിട്ട് കുഴയ്ക്കും. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന അല്ലെങ്കിൽ പത്തിരിയുടെ ഒക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ മതി. എഗ്ഗ് താല്പര്യമില്ലാത്തവർക്ക് എഗ്ഗ് അവോയ്ഡ് ചെയ്യാവുന്നുള്ളൂ. എഗ്ഗ് ചേർത്തില്ല എന്ന് വെച്ചിട്ട് ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. പൊറോട്ടയ്ക്ക് ചെറിയ മധുരവും ക്രിസ്പിനെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. ഇനി അതൊന്നും താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാവുന്നുള്ളൂ, ഒരു കുഴപ്പമില്ല. മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അത്ര ഭയങ്കര സോഫ്റ്റൊന്നും അല്ലത്, ചപ്പാത്തി മാവ് പോലെയാണ്. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, നേരെ അങ്ങ് ഉരുളൊട്ടിയെടുക്കുകയാണ്. കത്തി വെച്ച് ഈക്വലായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ വലിയ ഷേപ്പോ പെർഫെക്ഷനോ ഒന്നുമില്ല. ഇങ്ങനെ സിമ്പിളായിട്ട്, അതായത് ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് പോലും ചെയ്യാവുന്ന ഒരു രീതിയത്. വീശി അടിച്ചുണ്ടാക്കണ പൊറോട്ടയ്ക്ക് എങ്ങനെ ഉരുള ഉരുട്ടണേന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്താലും മതി. ഉരുളകളൊക്കെ നമുക്കൊന്ന് പരത്താൻ പാകത്തിന് ഷേപ്പാക്കി എടുക്കാം. നേരത്തെ ബാക്കി വെച്ചില്ലേ, ആ പൊടിയിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ചപ്പാത്തി പോലെ പരത്തിയെടുക്കാൻ പോകുന്നത്. ആവശ്യത്തിന് പൊടി ഇട്ടിട്ട് നമുക്ക് പരത്തിയെടുക്കാം, ഒരു കുഴപ്പമില്ല. നമ്മുടെ കുഴച്ച മാവ് ഇനി ലൂസായി പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. നിങ്ങളടുത്ത് പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ അതിൻ്റെ 2 സൈഡിലും ആവശ്യത്തിന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പത്തിരി പ്രസ് ചെയ്യുന്ന പോലെ ഈ ഉരുള വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുത്താലും മതി. അതാകുമ്പോൾ 2 സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും, ഈ പരത്തുന്നതും പിന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്യണതും. ആണ് ഏറ്റവും ഈസി. പക്ഷെ എല്ലാവരുടെ അടുത്തും പത്തിരി പ്രസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ വേർഷൻ കാണിക്കുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചപ്പാത്തി എടുത്തിട്ട് അതിന് മുകളിലോട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഓയിൽ മതിയാവും. ചപ്പാത്തി പ്രസ്സിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കുക. 2 സൈഡിലും നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമല്ലോ. ഇനി പാത്രത്തിലേക്ക് ഓരോന്നും ഇതുപോലെ ലെയർ ചെയ്ത് കൊടുക്കുക. എന്നെടുത്ത് അടിയിലത്തെ ഭാഗം മേലേക്കാക്കി വയ്ക്കാം. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 10-15 മിനിറ്റ് വെച്ചിട്ട് എടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റാകും. ഞാനിപ്പോൾ ആദ്യം വെച്ചതൊക്കെ ഇപ്പോൾ ഒന്ന് സോഫ്റ്റായിട്ടുണ്ടാവുമല്ലോ. ഒരു പരന്ന പാത്രത്തിലോട്ട് ചപ്പാത്തി ഒന്ന് വെച്ച് കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വീശി അടിക്കുമ്പോൾ എങ്ങനെ സോഫ്റ്റ് ആവുന്നോ അത്രയും തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടത് വരും. കൈ കൊണ്ട് പരത്തുമ്പോൾ ഒന്ന് പൊട്ടിപ്പോയാലോ അങ്ങനെ ഒന്നും കുഴപ്പമില്ല. നമ്മൾ ചുറ്റിയെടുക്കുമ്പോൾ അതൊക്കെ ശരിയാക്കിക്കോളും.
ഫുള്ള് പരത്തി കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വലിക്കാം. പയ്യെ ഇതിനെ സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം. ഇതിൽ കത്തി വെച്ച് വരയേ അല്ലെങ്കിൽ സൈഡിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയെടുക്കുക, ഇതൊന്നും വേണ്ട, സിമ്പിളായിട്ട് അങ്ങ് ചുറ്റിയെടുക്കാം. എല്ലാം നമുക്കിതുപോലെ ചുറ്റിച്ചെടുക്കാം. നമ്മളിതും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, നേരെ പൊറോട്ട ഉണ്ടാക്കിയെടുക്കുകയാണ്. സാധാരണ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുക ഒരുപാട് മണിക്കൂറുകൾ എടുക്കും. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതുള്ളൂ. കൈപ്പത്തി വെച്ച് നമുക്ക് നന്നായിട്ട് അതിനൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കട്ടി കുറഞ്ഞു പോകരുത്, കട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെയർ കിട്ടില്ല. നമ്മൾ ആദ്യം റോൾ ചെയ്ത് ചപ്പാത്തിയിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തില്ല, അതിങ്ങനെ ബ്രഷൊന്നും വെച്ചില്ലാതെ സാധാരണ കൈ കൊണ്ട് തന്നെ കുറച്ച് എണ്ണ എടുത്തിട്ട് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ വളരെ കുറച്ച് തന്നെ ഓയിൽ മതിയാവും. ഒരു തവ ചൂടാക്കാൻ വയ്ക്കുക. ചൂടാവുമ്പോൾ 1/4 ടീസ്പൂൺ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലോട്ട് പരത്തി വെച്ചിട്ടുള്ള പൊറോട്ട ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. വൺ സൈഡ് ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരുമ്പോൾ പൊറോട്ടയുടെ മേലേക്ക് 1/4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 4 പൊറോട്ടയാണ് അറ്റ് എ ടൈം കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരുപാട് വലിപ്പമുള്ള പൊറോട്ട അല്ലത്, മീഡിയം സൈസാണ്. 4 പൊറോട്ടയിൽക്കും കൂടിയിട്ട് 1/4 ടീസ്പൂൺ ഓയിലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. വൺ സൈഡ് ഏറെക്കുറെ ആയിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിത് കുറച്ച് ക്രിസ്പി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത്രയും ക്രിസ്പി ആവണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പായിട്ട് തന്നെ എടുക്കാവുന്നേ ഉള്ളൂ. പൊറോട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം. എനിക്ക് 1 കിലോത്തിൽ നിന്ന് 23 പൊറോട്ട കിട്ടിയിട്ടുണ്ട്. അത് മീഡിയം സൈസ് ആയതുകൊണ്ടാണ്. അത്യാവശ്യം വലിപ്പമുള്ള പൊറോട്ട ആണെങ്കിൽ ഒരു 18 എണ്ണം 17 എണ്ണമൊക്കെ കിട്ടുള്ളൂ. ഞാൻ 8 പൊറോട്ട ഒരുമിച്ച് വെച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. സൈഡിൽ നിന്ന് നന്നായിട്ട് അടിച്ചു കൊടുക്കുക. നല്ല ലെയറൊക്കെ ഇപ്പോഴാണ് കിട്ടുന്നത് ശരിക്ക്. 2-3 എണ്ണം വെച്ചിട്ടായാലും അടിച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റാണ് പൊറോട്ട, ലെയറൊക്കെ വന്നിട്ടുണ്ട്. അത് ശരിക്കും വീശി അടിച്ചുണ്ടാക്കുന്ന പൊറോട്ടയുടെ അതേ ടേസ്റ്റും അതേപോലെ തന്നെ അത്രയും സോഫ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. പൊറോട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെല്ലാം ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേ. അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.